നമ്മുടെ കേരളത്തിൽ 64,006 കുടുംബങ്ങൾ അതിദരിദ്ര കുടുംബങ്ങളാണ് എന്ന് വന്നപ്പോൾ അവരെ എന്തുകൊണ്ട് അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ചുകൂടാ എന്ന് ആലോചിക്കാൻ LDF കഴിഞ്ഞു. ആ ആലോചന LDF മാത്രമേ നടത്താൻ കഴിയൂ. കാരണം LDF ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള മുന്നണിയാണ്, പാവപ്പെട്ടവരോട് പ്രത്യേകിച്ച്. LDFൻ്റെ ആ ആലോചനയാണ് ഗവൺമെൻറ് നടപടികളായിട്ട് മാറിയത്. 64,006 കുടുംബം അതിദാരിദ്ര്യമുക്തമായപ്പോഴാണ് കേരളം അതിദാരിദ്ര്യമുക്തമായി എന്ന് ഈ കഴിഞ്ഞ നവംബർ 1 നമ്മൾ പ്രഖ്യാപിക്കുന്നത്. ഇവിടെ നാം ചിന്തിക്കേണ്ടത് LDF അല്ലെങ്കിൽ ഇത് സാധിക്കുമോ? LDF മാത്രമേ കഴിയൂ. നമ്മൾ ആലോചിച്ചാൽ മതി. രാജ്യത്ത് എത്ര സംസ്ഥാനങ്ങളുണ്ട്? ഏതെങ്കിലും ഒരു സംസ്ഥാനം ഇക്കാര്യത്തെക്കുറിച്ച് ആലോചിച്ചോ? പോട്ടെ, നേരത്തെ ആലോചിച്ചില്ല. കേരളം പ്രഖ്യാപിച്ചല്ലോ അതിദാരിദ്ര്യമുക്തം. കേരളം ഇങ്ങനെയൊരു നേട്ടം നേടിയിരിക്കുന്നു. നമുക്ക് അതൊന്ന് ആലോചിച്ചുകൂടെ എന്നേതെങ്കിലും സംസ്ഥാനത്തിൽ തോന്നിയോ? തോന്നില്ല. അതാണ് നയത്തിൻ്റെ പ്രത്യേകത. അവിടെയാണ് LDF വേറിട്ട് നിൽക്കുന്നത്, LDF മാത്രം കഴിയുന്നത്. ഇത് ജനങ്ങളാകെ കാണുകയാണ്. നമ്മുടെ നാടിൻ്റെ വികസനം ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ LDF കഴിഞ്ഞതും ജനങ്ങളോട് പ്രതിബദ്ധതയുള്ളതുകൊണ്ടാണ്. നേരത്തെ തകർന്നുപോയ എല്ലാ രംഗങ്ങളും നല്ല രീതിയിൽ മാറിയിരിക്കുന്നു. കാലത്തിൻ്റെ മാറ്റത്തിനനുസൃതമായ വികസനം സാധ്യമാണ് എന്ന് കേരളം തെളിയിച്ചിരിക്കുന്നു. ഓരോ രംഗവും എടുത്തുള്ള വിശകലനത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. എന്നാൽ നാം ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്തരം വികസനം നമ്മുടെ നാട്ടിൽ യാഥാർത്ഥ്യമായി. ഈ വികസന കാര്യങ്ങളിൽ നമ്മോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടതാണല്ലോ കേന്ദ്ര ഗവൺമെൻറ്റും. ഏതൊരു നാടിൻ്റെ വികസനവും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടിയാണ് നടത്തേണ്ടത്. ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ പങ്കാളിത്തം എന്തായിരുന്നു? അതീവ നിർഭാഗ്യകരമായ അവസ്ഥയാണ് നമ്മുടേത്. ആ പങ്കാളിത്തം അങ്ങേയറ്റം നിഷേധാത്മകമായിരുന്നു. നമ്മൾ ഈ ഘട്ടത്തിൽ ഏറ്റവും വലിയ ദുരന്തം നേരിട്ടവരാണല്ലോ. 2018 നൂറ്റാണ്ടിലെ മഹാപ്രളയം, തൊട്ടടുത്ത വർഷം അതിരൂക്ഷമായ കാലവർഷക്കെടുതി, ഒട്ടും ഇടവേളയില്ല കോവിഡ് മഹാമാരി. അതിനെല്ലാം മുൻപ് ഓക്കിയും നിപ്പയും. ഒരു നാട് തകരാൻ വേറെന്തെങ്കിലും വേണോ? നൂറ്റാണ്ടിലെ മഹാപ്രളയം നമ്മുടെ നാടിനെ തകർത്തെറിയുകയായിരുന്നു. ആ ഘട്ടത്തിൽ നമുക്ക് സഹായം വേണം. നമ്മൾ സ്വാഭാവികമായി കേന്ദ്രത്തെയാണ് സമീപിക്കുക. കേന്ദ്ര ഗവൺമെൻറ്റാണ് സഹായിക്കേണ്ടത്. എവിടെയെല്ലാം ദുരന്തമുണ്ടായിട്ടുണ്ടോ ആ സംസ്ഥാനങ്ങളെല്ലാം കേന്ദ്രം സഹായിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആ സഹായം ലഭിച്ചില്ല. നമുക്ക് സഹായം നിഷേധിച്ചു. സഹായം നിഷേധിച്ചത് മാത്രമല്ല, കേരളത്തെ നെഞ്ചേറ്റിയ ചില രാജ്യങ്ങൾ ഞങ്ങൾ കേരളത്തെ സഹായിക്കാൻ തയ്യാറാണെന്ന് ഇന്ത്യ ഗവൺമെൻറ് അറിയിച്ചു. ഞങ്ങൾ സ്വീകരിക്കില്ല ഇന്ത്യ ഗവൺമെൻറ് മറുപടി.
എന്തൊരു ക്രൂരമായ മനോഭാവമാണെന്ന് നോക്കണം. ഇത് 2018 പ്രളയത്തിൽ മാത്രമല്ല, പിന്നീടുണ്ടായ ഓരോ ദുരന്തത്തിലും ഇതേ മനോഭാവം ആവർത്തിച്ചു. ഏറ്റവും ഒടുവിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം എല്ലാവരും കണക്കാക്കി ഇത്തവണ കേന്ദ്ര ഗവൺമെൻറ് സഹായം കിട്ടും. കിട്ടിയോ? സഹായിച്ചില്ലല്ലോ. നമ്മുടെ നാട് രക്ഷപ്പെടുന്നത് ഇതാണ് മനോഭാവം. ഇതിൻ്റെ തന്നെ മറ്റൊരു ഭാഗം, ഏതൊരു സംസ്ഥാനവും വികാസം പ്രാപിക്കുന്നത് കയ്യിലുള്ള പണം കൊണ്ട് മാത്രമല്ല. കേന്ദ്ര സർക്കാർ ഓരോ സംസ്ഥാനത്തിനും നൽകുന്ന പണമുണ്ട്. അത് സംസ്ഥാനത്തിന് അർഹതയുള്ളതാണ്. നമ്മുടെ കാര്യത്തിലോ അതിലും വെട്ടിക്കുറവാണ്. ഇപ്പം നമ്മുടെ നാട്ടിലെ ജനസംഖ്യ രാജ്യത്തെ ജനസംഖ്യയുടെ 2.5%. നമുക്ക് ലഭിക്കുന്ന നികുതി വിഹിതം 1.9. അതായത് ജനസംഖ്യാനുപാതികമായ നികുതി വിഹിതം നമുക്കില്ല. വലിയ കുറവ്. ഈ കുറവ് നികുതി വിഹിതത്തിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും കുറവാണ്. നാടിൻ്റെ വികസനത്തിനാവശ്യമായ പണം കണ്ടെത്താൻ സംസ്ഥാനം കടമെടുക്കും. സംസ്ഥാനത്തിൻ്റെ അധികാരത്തിൽപ്പെട്ടതാണത്. അതിൽ കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ടു. കടത്തിന് പരിധി. നമ്മുടെ കാര്യം വന്നപ്പോൾ അതിൽ വല്ലാത്ത വെട്ടിക്കുറവ്. കടമെന്തിനാ? നമ്മൾ വായ്പയെടുക്കുന്നത് നാളത്തെ വികസനത്തിന് വേണ്ടിയാണ്. നാളത്തെ വികസന മൂലധന ചെലവാണ്. എത്ര? 90% എടുത്ത കടത്തിൽ ചെലവഴിച്ചത്. അതാണ് കേരളത്തിൻ്റെ അനുഭവം. അത് വികസനത്തിന് ഉപകരിക്കുന്ന മൂലധന ചെലവായതുകൊണ്ട് നാടിൻ്റെ ഭാവിക്ക് ഗുണകരമാണ്. ആ പണം നാടിനെ ശക്തിപ്പെടുത്തും. നിങ്ങളങ്ങനെ വികസിക്കണ്ട. ഇതാണ് കേന്ദ്ര ഗവൺമെൻറ് സമീപനം. കേരളം തകരട്ടെ എന്ന സമീപനമല്ലേ? എന്തുകൊണ്ടാണ് ഇത്തരം ഒരു സമീപനം വന്നത്? നമുക്കെന്തെങ്കിലും പോരായ്മയുണ്ടോ? ഒരു സംസ്ഥാനമെന്ന നിലക്ക് പോരായ്മയില്ല എന്ന് മാത്രമല്ല, ഒരുപാട് യോഗ്യതകൾ രാജ്യത്തിന് മുന്നിൽ കാണിക്കാൻ കേരളത്തിന് കഴിയുന്നു. പിന്നെന്താണ്? അവിടെയാണ് രാഷ്ട്രീയം. ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്നത് ബി ജെ പിക്ക് നേതൃത്വം കൊടുക്കുന്നത് RSSനെയും BJPയെയും രാജ്യത്തിൻ്റെ മറ്റു ചില ഭാഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ കേരളം ഇവരെ സ്വീകരിക്കുന്നില്ല. കേരളത്തിൻ്റെ പ്രത്യേകതയുണ്ട്. ജാതിഭേദവും മതദ്വേഷവുമില്ലാതെ എല്ലാവരും സഹോദരന്മാരായി കഴിയുന്ന നാടാണ് കേരളം. ആ കേരളത്തിനും കേരളീയർക്കും RSSനെയും BJPയെയും സ്വീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കേരളത്തോട് വിരോധം. ആ വിരോധം പകയായി, വിദ്വേഷമായി മാറുന്നു. കേരളം തകരട്ടെ എന്ന സമീപനത്തിലേക്ക് എത്തുന്നു.